ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ ഒരു അനുഭവം പറയാനാണ് ഞാൻ ഈ മെസ്സേജ് ഇടുന്നത്. ആദ്യമായിട്ട് ഞാൻ റോസിന് ഒരുപാട് നന്ദി പറയുന്നു. ഇത്രയൊക്കെ എഫേർട്ട് എടുത്ത് ഈ മാരത്തോൺ നടത്തിയതിന്. നേരത്തെ ഞാൻ മാരത്തോണിൽ പങ്കുകൊണ്ടിട്ടുണ്ട്. എന്നാലും ഇപ്രാവശ്യം എനിക്ക് എന്തോ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു അനുഭവം എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് എനിക്കത് പറയണമെന്ന് തോന്നിയത്. എനിക്കുണ്ടാകാറുള്ള സാധാരണ ഉണ്ടാകാറുള്ള ബുദ്ധിമുട്ടുകളും സാഹചര്യങ്ങളുടെ സമ്മർദ്ദവും ഒക്കെ ഇപ്രാവശ്യം ഇല്ലായിരുന്നു. എൻ്റെ സമയവും ഏർലി മോർണിംഗ് ആയിരുന്നു. ഇവിടുത്തെ 5 മണിക്കുള്ള സമയമായിരുന്നു. അപ്പം ഞാൻ ഉറങ്ങിപ്പോകുമെന്നൊക്കെ എനിക്കൊരു ഭയം ഉണ്ടായിരുന്നു. എന്തായാലും ദൈവം തമ്പുരാൻ എന്നെ സമയത്ത് തന്നെ, ഞാൻ അലാം ക്ലോക്ക് വെച്ചിട്ടായിരുന്നു കിടന്നത്. എന്നാലും എനിക്കൊരു സ്വഭാവമുണ്ട്, അത് എഴുന്നേറ്റ് ഓഫ് ചെയ്തിട്ട് വീണ്ടും വന്ന് കിടക്കുന്നത്. അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഞാൻ 4:30 ആകുമ്പോൾ തന്നെ അത് എഴുന്നേറ്റ് അതിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു. കർത്താവിന് മഹത്വം. ഈ പ്രാവശ്യം വചനം വായിക്കുമ്പോൾ എനിക്ക് എല്ലാം ഒത്തിരിയും കൂടെ ശ്രദ്ധയോടുകൂടി വായിക്കാൻ പറ്റിയെന്നുള്ളതാണ്. അത് ആ സമയത്തിൻ്റേതാണോ എന്ന് അറിയത്തില്ല. ഞാൻ പഴയ നിയമത്തിലെ എസെക്കിയേലിൻ്റെ വചനഭാഗങ്ങളിൽ കൂടെ കടന്നുപോയി. അത് കഴിഞ്ഞപ്പോൾ ന്യൂ ടെസ്റ്റമെൻ്റ് ഇതിൽ കിട്ടിയത് എനിക്ക് ഇന്നത്തെ ലാസ്റ്റ് ദിവസമുള്ളതാണ് എനിക്ക് കൂടുതൽ എന്നെ സ്പർശിച്ചത്. സ്നേഹത്തിൻ്റെ ആയിരുന്നു മുഴുവനും. 1 യോഹന്നാൻ്റെ 1 പത്രോസിൻ്റെ ലാസ്റ്റ് ചാപ്റ്ററും 2 പത്രോസ് എൻ്റെ ലേഖനം കവർ ചെയ്തു. പിന്നെ 1 യോഹന്നാൻ്റെ ആണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ അവിടെ മുഴുവൻ ആ ഭാഗങ്ങളിലെല്ലാം മുഴുവൻ പറഞ്ഞത് സ്നേഹത്തെ പറ്റിയായിരുന്നു. അപ്പോൾ അത് വായിക്കുമ്പോഴെല്ലാം ആ വചനങ്ങളെല്ലാം എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ എൻ്റെ ഹൃദയത്തിൽ വന്ന് തട്ടുകയായിരുന്നു. കാരണം സ്നേഹത്തെപ്പറ്റി എന്തോ ഒരുപാട് ആഴപ്പെടാനായിട്ടുള്ള ഒരു മെസ്സേജ് അതിലൂടെ കിട്ടുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ചും ആ വചനങ്ങളെല്ലാം ഞാൻ കടന്നു പോയിട്ടുള്ളത് തന്നെയാണ് നേരത്തെയും വചനം വായിക്കുമ്പോൾ. പക്ഷേ എനിക്ക് എൻ്റെ ഹൃദയത്തിൽ തട്ടിയൊരു വചനമാണ് ഞാനിന്ന് പോസ്റ്റ് ചെയ്യുന്നത്. 1 യോഹന്നാൻ 4:12. ദൈവത്തെ ആരും കണ്ടിട്ടില്ല, പക്ഷേ നമ്മൾ പരസ്പരം സ്നേഹിക്കുമ്പോൾ ദൈവം നമ്മുടെ ഇടയിൽ വന്ന് വസിക്കും എന്നുള്ളത്. അതെന്നെ ഒത്തിരി സ്പർശിച്ചു. അതുകൊണ്ടാണ് ഞാനത് പോസ്റ്റ് ചെയ്തതും. പിന്നെ ഒരു ശാന്തത എൻ്റെ ഹൃദയത്തിലുണ്ടായി. ഒരുപാട് ദുഃഖങ്ങളും വേദനകളും ഒക്കെ എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിലും ഈ വചനം വായിക്കുമ്പോഴൊന്നും എൻ്റെ മനസ്സിൽ വന്നില്ല. ഞാനിങ്ങനെ വചനത്തിൽ തന്നെ ഡീപ്പായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാമായിരുന്നു. മാത്രമല്ല എൻ്റെ ജോലി സ്ഥലത്തുമൊക്കെ എനിക്ക് അത് ലിസൺ ചെയ്യാൻ പറ്റി. പ്രത്യേകിച്ചും ഇപ്പം മെസ്സേജ് ഇട്ട ദീപയാണോ അതൊന്നും എനിക്കറിയില്ല. ദീപ ബേബി എന്നായിരുന്നു എന്ന് തോന്നുന്നു പേര് ഞാൻ അന്ന് കണ്ടത്. 2 ദിവസം എനിക്ക് ദീപയുടെ ആ വചനം വായിക്കുന്നത് എനിക്ക് കേൾക്കാൻ പറ്റി. ഞാനത് പെട്ടെന്ന് പേഷ്യൻസ് ഇല്ലാതപ്പോൾ ഒന്ന് ഓൺ ചെയ്തതാണ്, ഒന്ന് കേൾക്കാൻ വചനം. എൻ്റെ ജോലി സ്ഥലത്ത് ഒന്ന് മുഴങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ഓൺ ചെയ്തത്. അപ്പോൾ ദീപയായിരുന്നു അത് വായിച്ചിരുന്നത്. അപ്പോൾ ദീപയുടെ വാചനം തന്നെ വായിക്കുന്നത് തന്നെ എന്നെ സ്പർശിച്ചു. സച്ച് എ വണ്ടർഫുൾ റീഡിങ്. അതായത് വെരി ക്ലിയർ എന്നുള്ളതായിരുന്നു. വലിയ കോൺഫിഡൻസോടുകൂടെയാണ് ദീപ വായിച്ചത്. ഐ വാസ് സോ അട്രാക്റ്റഡ് ബൈ യുവർ റീഡിങ്. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൊളീഗ് മുസ്ലിമാണ്. ആ സ്റ്റാഫും പറയുന്നുണ്ടായിരുന്നു നന്നായിട്ട് റീഡ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പം എനിക്ക് ആ ദീപയുടെ റീഡിങ് ഒത്തിരി എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളതാണ്. എന്തോ ഒരു പ്രത്യേക അഭിഷേകത്തിലാണ് അത് വായിച്ചത്. അപ്പം എല്ലാം കൊണ്ടും നല്ലതായിരുന്നു ഇപ്രാവശ്യത്തെ. അതിനേക്കാളെല്ലാം ഉപരി റോസിൻ്റെ 7 മണിക്ക് രാവിലെയുള്ള മെസ്സേജ്. അതായത് എൻ്റെ ഇവിടുത്തെ സമയമാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. എൻ്റെ ഫോണിൽ അവിടുത്തെ 8:30 ആയിരിക്കണം. അതായത് റീഡിങ് കഴിഞ്ഞപ്പോൾ ഇട്ട മെസ്സേജ്. സച്ച് എ ബ്യൂട്ടിഫുൾ മെസ്സേജ്. എന്താ പറയുന്നത്, ഇൻക്രെഡിബിൾ എന്ന് പറയാം. അവിശ്വസനീയമായ വെരി സെൻസേഷണൽ മെസ്സേജാണ് റോസ് ഇട്ടേക്കുന്നത്. എത്ര ഭംഗിയായിട്ടാണ്, വളരെ എന്താ പറയുന്നത്, എനിക്കത് പറയാനറിയില്ല എങ്ങനെയാണെന്ന്. എൻ്റെ ഹൃദയത്തിൽ ഒത്തിരി ആഴത്തിലിറങ്ങിയ ആ വചനങ്ങൾ. കാറ്റ് വീശുന്നത് നമ്മുടെ കാറ്റ് വീശിക്കൊണ്ട് പോകുന്ന അറിയത്തില്ല, നമ്മളെന്നത് തിരിച്ചറിയുന്നു. ആ കാറ്റ് വീശാന്ന് നമ്മളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അത് അറിയാൻ തുടങ്ങുമെന്നൊക്കെയുള്ള ആ വചനം, ആ കോട്ടിങ് ഒക്കെ എനിക്ക് ഒത്തിരി എൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ ഇറങ്ങി എന്നുള്ളതാണ്. ആ മെസ്സേജ് ടോട്ടലി ഐ വാസ് ടച്ച്ഡ് ഡീപ്ലി ബൈ യുവർ മെസ്സേജ്.
God bless you, Rose, and all other team members and those who interceded for the marathon. God bless you all. Thank you, God.